ശനിയാഴ്ച കാലത്ത് അരമനയിൽ നടന്നത് ശുദ്ധ കാണപ്പെടുകയാണ്. അന്ന് 2 കവർച്ചകൾ ആലുവയിൽ നടന്നു. നേരത്തെ പറയുന്നത് ഇന്ന് കേട്ട് 450 രൂപ തന്നോട്ട് പോയി. രണ്ടാമത്തെ കവർച്ച കഴിഞ്ഞത് സെമിനാരിയിലാണ്. നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണുമായിരിക്കും. ഇത് തുറക്കുന്നത് പോലെ കഥകിന് തുരങ്കമുണ്ടാക്കിയതിനു ശേഷം അതിലൂടെ ആൾക്കാർ കയറി പോകുന്നത്. ഞാൻ കൃഷിക്കാരുടെ കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഞങ്ങളുടെ ഏറ്റവും പേടിയുള്ളൊരു വസ്തുവാണ് തുരമ്പൻ. പക്ഷെ ഈ തുരമ്പൻ തന്നെത്താൻ വിഷം കുറിച്ച് മരിച്ചു. അത് പണ്ട് വരഞ്ചേരി ഹോസ്പിറ്റലിൽ വെച്ച് അത് ജയിച്ചതാണ്. ഡോക്ടർ ജെ.സി. മാമനാണ് അദ്ദേഹം ജയിച്ചത്. ആ തുരമ്പനെ സമാധാന സമ്മേളനത്തിന് ഇന്ന് ബഹുമാനപ്പെട്ട കളക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു 10 മണിക്ക്. എന്തിനാണാവോ അദ്ദേഹം വിളിച്ചത് എനിക്ക് സംശയമുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്യാനോ? അങ്ങനെയാണെങ്കിൽ 450 പവൻ കട്ട മോഷ്ടാവിനെ വിളിച്ച് വീട്ടുടമസ്ഥനെ വിളിച്ച് എന്താണ് അനീതിക്ക് കൂട്ടുവയ്ക്കുകയാണോ എന്ന് ചിന്തിക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരാണ് കളക്ടറോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് എന്തിനാണ് ഇന്ന് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അത് കള്ളന്മാരോടുകൂടെ വസ്തു പങ്കിടുവാനാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, നമ്മുടെ വേദപുസ്തകത്തിൽ ദേവ്യാപുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ സമാധാനയാഗത്തിന്റെ ഒരു വിശദീകരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. സമാധാനയാഗത്തിന് ആടിനെ കൊണ്ടുവന്ന് ജനം അവന്റെ തലയിൽ കൈവയ്ക്കണം. കൈവച്ചതിന് ശേഷം അവനെ കൊല്ലണം, ആടിനെ കൊല്ലണം. ഇവിടെ അന്തിക്രിസ്തുവിന്റെ പുതിയ വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഒരു ഊഴവുമില്ലാത്ത ഒരു വൈദികനെ കയ്യും കാലും കെട്ടി ഒന്നായിക്ക് പിടിച്ച് ഞെക്കി ഒരു മെത്രാന്റെ കാൽക്കീഴെ കൊണ്ടിടണം. അപ്പം മെത്രാൻ ചവിട്ടും. ചവിട്ടെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇടിക്കും. പിഴയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ചുരുട്ടിക്കൂട്ടി കോണയിലിടും. എന്റെ ബഹുമാനപ്പെട്ട യാക്കോബ് അച്ഛനെ അത്രയും ദുഷ്ടപരമായിട്ടാണ് ഈ അന്തിമോസിന്റെ നേതൃത്വത്തിൽ ചവച്ചത്. ഞാൻ അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ പറയായിരുന്നു, എന്റെ പൊന്നു തിരുമേനി അവർ എന്നോട് ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. അങ്ങനെ തോന്നി, ഒരു ദാക്ഷിണ്യം കാണിച്ചില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനൊക്കെയില്ല. അച്ഛൻ പറഞ്ഞു, പരിചയമുള്ളതായിട്ടായിരിക്കും തമ്പൂത്തുകളെ ഞാനൊന്ന് നോക്കിയപ്പോൾ തമ്പൂത്തുകളൻ എന്റെ മുഖത്തിൽ നിന്ന് മുഖം മറച്ചു. തമ്പു എന്നെ ഒന്നും ചെയ്തില്ല. പക്ഷെ അന്തിമോസിന്റെ ചവിട്ടി തിരുമേനി എന്ന് പറഞ്ഞു. ഒരു മെത്രാപ്പൊലീസ് എന്റെ ചവിട്ടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതിനുശേഷമാണ് കുർബാന ആരംഭിച്ചത്. പിന്നെയാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, നരണം പള്ളിയില് പൊൻകുരിശ് മോഷ്ടിച്ചപ്പോൾ പൊൻകുരിശ് മോഷ്ടിച്ച മോഷ്ടാവ് അകത്ത് കയറാൻ കഴിയാതെ വന്നപ്പോൾ അമേരിക്കൻ ബാഗ് എറിഞ്ഞു വീണ് അത്രയ്ക്ക് പ്രകാശമയമായിരുന്നു എന്ന് പറയുന്ന പോലെ അവിടുത്തെ പരിശുദ്ധ പിതാക്കന്മാരായ പൗലോസ് സന്താനത്തിന്റെയും അതുപോലെ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കുവാനായിട്ട് അവിടെ ചെയ്ത ആക്രോശവും വിവരക്കേടുമായിരുന്നു ഈ അച്ഛനോടും എന്റെ പ്രിയപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളോടും അവർ ചെയ്തത്. സെമിനാരി വൈദികരായ 2 പേര് സ്റ്റാൻലിയും വിജയയും ശരിക്കും ചതച്ചു. ഞാൻ പാലക്കാടായിരുന്നു. അവിടുത്തെ ഈ വിജയുടെ ഫോൺ വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. എന്റെ തിരുമേനി ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ഞാൻ അവിടുന്ന് ഉടനെ തന്നെ പോരുകയാണ് ചെയ്തത്. ഇതെന്തൊരു ക്രൂരത എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഞായറാഴ്ചത്തെ വായനയില് 2 വൃദ്ധന്മാർ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ 2 വൃദ്ധന്മാരെന്ന് പ്രവർത്തിച്ചു. ഒന്നാമത്തെ വൃദ്ധൻ ഷമോൻ എന്ന് പറഞ്ഞ വൃദ്ധൻ. അദ്ദേഹം ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നതാണ്. യേശുവിന്റെ കയ്യിൽ എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് സമാധാനമായി ഇവിടെ നൽകണം. പത്രത്തിൽ വേറൊരു വൃദ്ധന്റെ പണം കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തള്ളവരയിലൂടെ ചോര എടുത്തിട്ടുണ്ട്. ഒന്നയിൽ അത് പട്ടിക്കടയിൽ പോകുന്നില്ല. പണ്ടത്തെ ഓർമ്മ
പോലീസുകാർ കണക്കാട്ടുണ്ട്. കടി കിട്ടിയതിന്റെ ഓർമ്മ അതുകൊണ്ട് വല്ല മുട്ടൂരിൽ അടിച്ചു അവന് ചോരയാണോ വേറൊരു ആണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, രേഖകളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്, പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ അടുത്തൊരു കുഞ്ഞാടുണ്ടായിരുന്നു. ആ കുഞ്ഞാട് എന്നോട് പറഞ്ഞു, തിരുമേനി ഈ മനുഷ്യൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ ഞാനൊരു ഓർമ്മ വരുന്നുണ്ട്. ഏതോ ഒരു സിനിമയിൽ ഏതോ സിനിമ അറിയത്തില്ല, ഓർമ്മ വരുന്നില്ല. അതിനകത്ത് ഒരു നടൻ വന്നിട്ട് പറയുന്നുണ്ടത്രേ, എന്റെ കയ്യിൽ ഈ മേഖലയുടെ എല്ലാത്തിന്റെ രേഖയുണ്ട്, ഇത് എന്റെ ഉള്ളിടത്തോളം കാലം കൊടുക്കത്തില്ല. ഉടനെ പറഞ്ഞു, എന്നാ രേഖ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞോണ്ട് എന്റെ കയ്യിൽ നോക്കിക്കോ, എന്റെ കയ്യിൽ ഇഷ്ടംപോലെ രേഖ. ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയത് കാലയിൽ ഒരു ചങ്ങലയുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ കാലയിലും ചങ്ങല ഇടേണ്ട കാലം കഴിഞ്ഞു. യാതൊരു സംശയമില്ലാതെ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും കരച്ചിലുകളും കള്ളക്കണ്ണവേനോടും ചോരയുമെല്ലാം കള്ളത്തരത്തിന്റെ തെരുവിലാണ്. ഏറ്റവും അവസാനിച്ചിട്ടുള്ളതാണ് ആംബുലൻസ് സംവിധാനം. അദ്ദേഹത്തിന് ഇപ്പോൾ വിട്ടുമാറാത്ത രോഗമാണ് ആംബുലൻസ്. അതേപോലെ എല്ലാം ആംബുലൻസ്. പോലീസുകാർ പറഞ്ഞത് 2 കന്നാസ് നിറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. എന്തിനാ 2 കന്നാസ് നിറച്ച് പെട്രോൾ? കത്തിക്കാൻ. അപ്പൊ എന്റെ പിള്ളേരെ കത്തിക്കാൻ. ഞാനുണ്ടെങ്കിൽ എന്നെ കത്തിക്കാൻ, അത് എന്റെ വണ്ടി കത്തിക്കാനാ. 2 കന്നാസ് പെട്രോൾ, ആപ്പിള്, ഓറഞ്ച്, അരി, പിന്നെ തട്ടപ്പാര, ഒരു വലിയ പൊട്ടുവടി, വടിവാളുണ്ടായിരുന്നു, പിന്നെ കുറുവടി, ഇത്രയും സാധനങ്ങളുമായിട്ടാണ് അദ്ദേഹം അവിടെ ആക്രമിച്ച് കയറിയത്. എന്തിനാണ് അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തത്? നാണമില്ലേ ബാക്കിയുള്ളവരെയും കൂടെ നാണക്കെടുത്താൻ? ഇത് എന്ത് കൃത്യസാക്ഷ്യമാണുള്ളത്? അദ്ദേഹത്തിന് ഇത് ഒരു അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഇത് ചെയ്യുമോ? മറ്റ് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാണമില്ലാത്തത് എങ്ങാണ്ട് ഒരു ആളുകളിൽ ചിലതുണ്ട്. നിർത്താൻ അദ്ദേഹത്തിന് തിരുമേനി പറഞ്ഞു, പിരിമുറുക്കം. ഞാനും അത് വായിച്ചു. പിരിമുറുക്കമാണ്. അദ്ദേഹത്തിന് വായിച്ചു. അല്ലാതെ ദൈവത്തെ അദ്ദേഹത്തിന് പടം വിളിക്കത്തില്ല. എന്റെ കസ്റ്റമർ കണ്ടുള്ളൂ. കാരണം പിരിമുറുക്കുന്ന ഇതൊന്നും അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല. അടുത്തത് ഞാൻ മറുപടിച്ചിട്ടുണ്ട്. ഒന്നിനെ തമ്പടക്കം എന്റെ ഫ്രീ ചെയ്തു. ഒരു നേതാവ് എന്നോട് പറഞ്ഞു, സഭയെ വേറൊരു 50 കോടി രൂപ കൊടുക്കാൻ പ്രസംഗിക്കുന്നതിന്റെ നേരെ അവിടെ അതുപോലെ തന്നെ അത് കേസ് ഒതുക്കാൻ വേണ്ടിയും ഫോണിൽ കൊണ്ടുവരാൻ ഇവിടെ കുറെ വ്യൂ എടുക്കാൻ ഫോണിൽ കൊണ്ടുവരാൻ അവരുടെ സുഖമെല്ലാം അനുഭവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പിരിമുറുക്കുണ്ടാവും. തീർച്ചയാണ് അദ്ദേഹം വൃദ്ധനായിട്ടിരിക്കട്ടെ. ഇത്രയും കള്ളത്തരം ചെയ്യുന്ന മനുഷ്യരെ ഇനിയെങ്കിലും ദേശം തിരിച്ചറിയും. അതുകൊണ്ട് ഞാൻ വാങ്ങിയെടുക്കുന്നു. കുറെ നേരം കൊണ്ട് തപ്പുക. നമ്മുടെ അച്ഛനെ മാത്തോണിച്ചായന എല്ലാവരും അതിന്റെ കീഴിലുണ്ടായിരുന്നു. പാസ്വേഡ് എന്തുവാ? 24